കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഹായ്, എൻ്റെ പേര് അനീത. ഒരുപാട് താങ്ക്സ് ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ് ടു എവ്രി വൺ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവർക്ക്. എൻ്റെ മോള് 7 മാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടായ ഒരുപാട് ടെൻഷനും കെയോസും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ലിമിയ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് വഴി അവർ കൃപാസന മാതാവിൻ്റെ അടുത്ത് അവരുടെ ഗ്രൂപ്പ് ഒരുപാട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു വിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഹെൽത്തി ആയിട്ട് അവൾക്ക് ഇപ്പോൾ 5 മാസമായി. സോ അവൾ വളരെ ഹെൽത്തിയാണ്. അപ്പം മാതാവിൻ്റെ ആ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേബി ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞങ്ങളുടെ 1000 നന്ദി. മാതാവിന് ഞങ്ങളുടെ സ്തുതി ആൻഡ് സ്തോത്രം. ഞാൻ മാതാവിനോട് ഒരു വണ്ടി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ഒരു കാവ് വലിയ പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇതിൽ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ ഒരു കാവ് ഞങ്ങൾക്ക് കിട്ടണമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിന് വലിയ ചെറിയ കാവാണെങ്കിൽ നല്ല ഈ ചേട്ടൻ പോയി കണ്ടായിരുന്നു. കാവ് കുഴപ്പമൊന്നുമില്ല, ഓടിക്കാനൊക്കെ നമുക്ക് പറ്റിയത്. വലിയ ആഡംബരവും ഇല്ല. അമ്മച്ചിക്ക് പ്രായമുള്ളതാണ്. അപ്പം അമ്മച്ചിനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ദൂരെ പോകണമെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റെ ആവശ്യമായിരുന്നു. അപ്പം നമ്മുടെ പൈസയുടെ ബുദ്ധിമുട്ടാണ് അങ്ങനെ കൂട്ടാക്കാതെ വെച്ചത്. പക്ഷെ മാതാവ് ഞങ്ങൾക്ക് അത് തന്ന് അനുഗ്രഹിച്ച് അതൊരു ലേഡിയുടെ കയ്യിൽ നിന്ന് തന്നെ ആ മാതാവിൻ്റെ കയ്യൊപ്പോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഓണം ഒരു ലേഡി ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ആ കാവ്. അങ്ങനെ അത് തന്ന് അനുഗ്രഹിച്ചതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയും. എൻ്റെ പേര് ടീന. ഡിസംബർ 5-ാം തീയതി ഞാൻ വണ്ടിയിൽ നിന്ന് വീണായിരുന്നു. ലൂർദില് കൊണ്ടുപോയപ്പോൾ എനിക്ക് തലയിൽ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ പോലെ കാണിച്ച്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് 3 മാസം മെഡിസിൻ കഴിച്ച് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 മാസം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവിടുന്ന് 3 മാസം മരുന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും 3ാമത്തെ MRIയിൽ ചെറിയൊരു ഗ്രോത്ത് പോലെ കണ്ട്. പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞ് മിഞ്ചിറ്റിനോട് ഞാൻ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിഞ്ചിറ്റ കൃപാസന മാതാവിനോട് സഹായം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിഞ്ചിറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. സർജറി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്ന വലിയ സർജറി ആയിരുന്നു.
സർജറി സക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുടെ ആദ്യ കുർബാന ഉണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡിന് വരാനായിട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട് അത് പെട്ടെന്ന് കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെച്ചിറ്റിനെ വിളിച്ച്, അതുപോലെ എൻ്റെ ആങ്ങളക്കും കൊച്ചിന്റെ പരിപാടി കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ രണ്ടുപേരും വേഗം കൊച്ചിന്റെ പരിപാടി കൂടാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ മെച്ചിട്ടിലൂടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാതാവിന്റെ അനുഗ്രഹം പോലെ വേഗം യോസേപ്പ് റിന്യൂ ചെയ്ത് കിട്ടി. രണ്ടുപേരും കൊച്ചിന്റെ പരിപാടിക്ക് വന്ന് മാതാവ് അത് വലിയൊരു അനുഗ്രഹം. രണ്ടുപേരും ഒരേപോലെ വന്നു. പിന്നെ എന്റെ സർജറി സമയത്ത് രണ്ടുപേരും അടുത്തുണ്ടായിരുന്നു. മാതാവിന്റെ അനുഗ്രഹത്തിൽ എനിക്ക് അതെല്ലാം സാധിച്ചു കിട്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി 1-ാം തീയതി വരെ എനിക്ക് റേഡിയേഷനും കീമോയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും എനിക്ക് പഴയതുപോലെ ആവാനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. കെട്ടിക്കിടന്നതാണ്. ഇവിടെ കളമശ്ശേരി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്തോട്ട് വിട്ട്. കോട്ടയത്ത് വന്നപ്പോ അവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റി പറഞ്ഞ് എനിക്ക് മാതാവ് വിളിച്ചപേക്ഷിക്കുന്നു പറഞ്ഞ്. പക്ഷെ 8 ദിവസം കടന്നിട്ട് ഞാൻ മാതാവ് വിളിച്ചപേക്ഷിച്ചില്ല. ഒരു ദൈവങ്ങളും വിളിച്ചില്ല, നേർച്ച നേർന്നില്ല. എല്ലാരും പറഞ്ഞ് നേർച്ചൊക്കെ നേരുന്നു. എനിക്ക് അന്നേരത്തെ അവസ്ഥയില് ഒരു ദൈവങ്ങളും വിളിക്കാൻ തോന്നണില്ല. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ രാത്രി കോട്ട ആസ്പത്രിയിൽ തന്നെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും വിട്ട്. പിറ്റേ ദിവസം ഓപ്പറേഷത്തിന് കൊണ്ടുപോകാനായിട്ട് നിൽക്കണായിരുന്നു. അപ്പൊ ബേബിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ബേബി ഓപ്പറേഷൻ വേണമെന്ന് എന്നോട് പറയുന്ന. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വശം ഒന്നും തളർന്നു പോകും, നടക്കാനായിട്ട് വലിച്ചില് വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ആളുടെ വേദന കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തോ ഡോക്ടർ എന്ന് പറഞ്ഞു. ബേബിനെ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോ ഞാൻ ബേബിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ഡോക്ടർമാര് വന്നിട്ട് വേണമല്ലോ കൊണ്ടുപോകാനായിട്ട്. ബേബിനെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോ ഞാൻ എന്താ ഫോണെടുക്കാത്ത കൊണ്ടുപോയെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് ഇവിടെ ചേച്ചി വിളിച്ചു പറഞ്ഞ ശേഷം ഞാനിവിടെ രാവിലെ റൈനാമിന്റെ അടുത്ത് ഒന്ന് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് റൈനിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ റൈനാമിനോട് പറഞ്ഞു, എടോ നമുക്കൊന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് പറയുന്നപ്പോ ഞാൻ പരിപാടിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ ഇരുന്നപ്പോഴേക്കും പവിടൻ ചേച്ചി എത്തി. അപ്പൊ നമുക്ക് അവിടെ വലിയൊരു ഓപ്പറേഷൻ അല്ല പറഞ്ഞിരുന്നു വെച്ചത്. അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്താൽ കളന്നു പോകും എന്ന് തന്നെയാണ് ഡോക്ടർമാര് പറയണത്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോ ആ ഓപ്പറേഷൻ ചെയ്യാണ്ട് നമുക്ക് ഇങ്ങാട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് ആക്കി കിട്ടണം എന്നുള്ള ഇതിൽ ഇവിടെ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ കോള് കിടക്കണം. അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ എടുക്കണുണ്ടായില്ല. പിന്നെ രണ്ടാമത് തന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ്, എടി ഇവിടെ എന്താണ് നടക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഡോക്ടർമാർ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ പറയണ ഓപ്പറേഷൻ വേണ്ട, എറണാകുളത്തോട്ട് ജനറൽ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ആക്കി തരാം, അവിടെ ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഡോക്ടർമാര് പരീക്ഷണത്തിന് നമ്മളിപ്പോ താലൂക്ക് ആസ്പത്രിയിൽ എവിടെ കൊണ്ടുപോയി ഒരാഴ്ച നമുക്ക് ആന്റിബയോട്ടിക് ചെയ്തിട്ട് ഇപ്പൊ നാളെ ഞാൻ പോണം. അപ്പൊ നാളെ എന്തായാലും ചേട്ടനെ കൊണ്ട് ഇവിടെ ഇപ്പൊ 7 ദിവസമായി കിടക്കണത്. ഞാറക്കിലോട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നു. ഇവിടെ ഒരാഴ്ച ഇപ്പൊ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോ നാളെ ചെല്ലണം. നാളെ ചെല്ലുമ്പോ ഓപ്പറേഷൻ ചെയ്യണോ അല്ലെങ്കിൽ കുത്തിയെടുക്കണോ, വെള്ളം കുത്തിയെടുക്കണോ എന്ന് അവര് നാളെ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് ഞാൻ അതും കൂടി പറയാനാണ് ഞാൻ ഈ ജപമാലയിൽ ഞാൻ എത്തിയത്. പക്ഷെ എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. നാളെ മാതാവിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ നാളെ ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആകിന്റെ ജപമാലയിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണം. നാളെ ഞാൻ കോട്ട ആസ്പത്രിയിലോട്ട് പോകും. മാതാവിനും യേശുവിനും എന്റെ അറിയിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു വിശ്വാസി പറയുന്നു. അങ്ങത്തിരിക്കുമാറും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്കൊരു ആശീർവാദം സ്വീകരിക്കാൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വമിശേഖം സ്തുതിയായിരിക്കട്ടെ.